ഹായ്, അസ്സലാമു അലൈക്കും. അപ്പം ലാസ്റ്റ് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. വീഡിയോ എടുക്കാനും പിന്നെ ഓൺ വോയിസ് കൊടുത്ത് വീഡിയോ ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എന്തെല്ലോ തിരക്കിലായിപ്പോയി. പിന്നെ മടിയുണ്ടേനു. അപ്പോൾ ഇന്ന് ഞാൻ ഇത് നല്ല രാവിലെ അല്ല, ഒരു 11 മണിയെല്ലാം ആയിട്ടുണ്ടായിന്. ഒന്നാമത് സുബൈക്ക് ശേഷം കിടക്കുന്നതുകൊണ്ട് കുറച്ച് എണീക്കാൻ ലേറ്റായിപ്പോയി. ഇപ്പം ക്രാഫ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ആണെങ്കിൽ മോനിക്കിപ്പം ക്ലാസ് ഇല്ല, അവർക്ക് വെക്കേഷനാണ്. അപ്പോൾ എണീക്കൽ ടൈമെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് സുബൈക്ക് ശേഷം കുറച്ച് ഉറങ്ങിപ്പോകുന്നത്. അപ്പോൾ എണീക്കൽ ലേറ്റ് ആകുമ്പോൾ ഉച്ചക്കത്തെ ഫുഡാക്കലെല്ലാം കുറച്ച് ലേറ്റാവും. പിന്നെ ആൾക്കാർക്ക് അസറിൻ്റെ സമയത്ത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കേണ്ടത്. അപ്പോൾ കഴിക്കേണ്ടതെന്നല്ല, കഴിക്കാൻ ആ സമയത്തേ വരുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് ഫുഡാക്കിയാൽ മതി. അങ്ങനെ ഞാൻ ആദ്യം വിചാരിക്കൽ ഡെയിലി നല്ലതിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇടാൻ പറ്റുമെന്നല്ലാന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പക്ഷേങ്കിൽ സംഭവം നമ്മൾ വിചാരിച്ചാൽ മാത്രം പോരാ, അതിനായിട്ട് നിൽക്കണമെന്നുള്ള കാര്യം മനസ്സിലായി. കാരണം നമ്മളിങ്ങനെ നമുക്ക് ഓരോ ഐഡിയയും കാര്യങ്ങളും ഫോൺ എവിടെ വെക്കേണ്ടത്, ഏത് ആംഗിളിൽ വെച്ചിട്ട് വീഡിയോ എടുക്കേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. വെറുതെ നമുക്ക് എത്ര എളുപ്പമായിട്ടുള്ളൊരു പരിപാടിയല്ല വീഡിയോ എടുക്കൽ എന്നുള്ളത്. ഓൾറെഡി എനിക്ക് എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം എളുപ്പമുള്ള പരിപാടിയല്ല ഈ വർക്കെല്ലാം ഷൂട്ട് ചെയ്യൽ എന്നുള്ളത്. അതിൻ്റെ കുറേ ഇരട്ടിയാണ് ഈ യൂട്യൂബിൽ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോ. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ ആംഗിളിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യാൻ നല്ല മെനക്കേടുണ്ട്. അപ്പോൾ അത് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് നല്ലൊരു മടിയുണ്ട് ചെയ്യാൻ. പിന്നില്ലേ, നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ കിച്ചണിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ. എനിക്കും അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് വെക്കാനല്ലോ. പക്ഷേങ്കിൽ ചില സമയത്ത് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടെല്ലാം ചെയ്യും. എല്ലാം ക്ലീനിങ്ങെല്ലാം ചില സമയത്ത് ഭയങ്കര മടിയായിരിക്കും. അപ്പം ഞാനിതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ചെന്നല്ലാണ്ട് ഇതിലൊന്നും ഫില്ല് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നെന്തായാലും വീഡിയോ എടുക്കുമ്പോൾ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇത് മാത്രമല്ല, ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊന്നും തന്നെ ഞാൻ ഇതുപോലെ കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഫില്ല് ചെയ്യുന്നത് ഷോർട്ട്സായിട്ട് വീഡിയോ എടുത്തിട്ട് അതിങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ള പ്ലാനിലേനി. പക്ഷേ ഇത്രയും ഡേയ്സായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ മടിയായിട്ടാണ് സംഭവം. എന്നിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് ഇതെങ്കിലും ചെയ്യാമെന്നുള്ളതിലേക്കാണ് ഇതിനെ എടുത്തത്. ഈ കണ്ടെയ്നേഴ്സ് ഞാൻ വാങ്ങിയത് ഇവിടുത്തെ എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു 5 റിയാൽ ഷോപ്പുണ്ട്. ഇതിന് ഒന്നിന് പിന്നെ 5.75 റിയാലെന്നാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിന്. നല്ല സാധനമാണ്. പിന്നെ എനിക്ക് പക്ഷെ വൈറ്റാണ് വേണ്ടത് ഇനി, പക്ഷെ അവിടെ വൈറ്റ് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ബ്ലാക്ക് കണ്ടപ്പോൾ ബ്ലാക്ക് എടുക്കുക ചെയ്തേ. പിന്നില്ലേ, ഞാൻ മക്കൾക്ക് എന്തെങ്കിലും ലേറ്റായിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് മാഗി ആക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ മാഗി ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. പൊതുവേ അവർക്ക് ഞാൻ വെള്ളം തിളക്കുന്ന സമയത്ത് നമ്മൾ മസാലയും മാഗിയും കൂടി മിക്സ് ആക്കിയിട്ട് വേറൊന്നും ആഡ് ആക്കാണ്ട് കൊടുക്കലില്ലേ, അങ്ങനെയാണ് ഞാൻ അവർക്ക് ആക്കി കൊടുക്കൽ. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും വീഡിയോ എടുക്കുന്നില്ലേ, പിന്നെ വെജിറ്റബിളെല്ലാം കട്ട് ചെയ്യുന്നെല്ലാം വീഡിയോയിൽ ആഡ് ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല പ്രശ്നമുണ്ട്. കാരണം നമ്മൾ പറയുന്നത് ചില സമയത്ത് തെറ്റിപ്പോവും, ചില സമയത്ത് എന്തെല്ലോ പറഞ്ഞു പോകും. ഇതെല്ലാം ഡിലീറ്റാക്കി പിന്നെയും റെക്കോർഡ് കൊടുത്ത് പിന്നെയും ഡിലീറ്റാക്കി പിന്നെയും വോയിസ് കൊടുത്ത്. അപ്പോൾ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൊണ്ടിരിക്കും ചിലർക്ക് മടി വരുന്നുണ്ടാകാൻ. പക്ഷേങ്കിൽ വീഡിയോ ഇങ്ങനെ കുറേ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു രസമുണ്ട് കേട്ടോ. കാണുമ്പോൾ നമുക്കൊരു നല്ലൊരു
രസമുണ്ട്. നമുക്ക് ഇനി ഇനി എടുക്കാൻ പറ്റുമോ, എടുക്കണോ എന്നുള്ളൊരു മൈൻഡെല്ലാം വരുന്നുണ്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഞാൻ വിചാരിക്കും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണേനു അങ്ങനെല്ലാം ഞാൻ വിചാരിക്കൽ മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കുന്നില്ല. അപ്പം മടിയെല്ലാം മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും വീഡിയോസെല്ലാം എടുക്കണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എടുക്കാൻ പറ്റുമായിരിക്കുമോ ഇങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടേന്, പക്ഷേ പറ്റിയിട്ടില്ല. ഒന്നാമത്തെ ഞാൻ ആ ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു 3 ദിവസം ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്ന്, അതായത് ഇന്ന് വിസ അടിക്കാൻ വേണ്ടി പോയതേന്, ബഹ്റൈനിൽ പോയത്. അപ്പോൾ വന്ന ശേഷം അതിൻ്റെ എല്ലാം ഒരു ക്ഷീണേനി, നല്ല നടുവേദന ഉണ്ടായിന്. കാരണം ഒന്നാമത് അങ്ങേക്കും നല്ല ലോങ് ഉണ്ട്, തിരിച്ച് അതേപോലെ ഇങ്ങോട്ടേക്കും വരണമല്ലോ. അപ്പോൾ കുറേ ടൈം ബസ്സിലിരുന്നതിൻ്റെ എല്ലാം പ്രശ്നം ഉണ്ടായിന്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജോർദാനിൽ പോയിട്ടാണ് അധികം ആൾക്കാരും വിസ അടിക്കുക. പക്ഷേങ്കിൽ ഇപ്പം ലാസ്റ്റ് ടൈം ഇസ്രായേലിൻ്റെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആ യുദ്ധത്തിൻ്റെ നല്ല ഒരു സീനായിട്ടുണ്ടായിന്. ആ സമയത്ത് ജോർദാൻ എന്ത് ചെയ്ത് ബോർഡർ ക്ലോസ് ചെയ്ത്, അതുകൊണ്ടാണ് ജോർദാനിൽ പോകാൻ പറ്റാണ്ടായേ. ഇല്ലെങ്കിൽ ഇത്ര ലോങ് ഉണ്ടാവില്ലേനു, ബഹ്റൈനിൽ പോകേണ്ട ദൂരം ഇല്ല. അങ്ങനെ ബഹ്റൈനിൽ എന്താ പറയുക, നമ്മൾ ട്രാവൽസിൻ്റെ ഒന്നിച്ചതിന് പോയിട്ടുണ്ടായേ, ഞാനും മക്കളും. അൽക്കാക്ക് ഇല്ലേനെ, പക്ഷേങ്കിൽ കുറേ മലയാളി ഫാമിലീസും കുറേ ആൾക്കാരും ഉണ്ടായിനെ. നമുക്ക് പേടിക്കാനൊന്നുമില്ല, എന്തെങ്കിലും നമുക്ക് ഹെൽപ്പ് വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ നമുക്ക് ചെയ്തു തരും. പിന്നെ ഹെൽപ്പ് എന്ന് പറയാൻ നമ്മൾ പിന്നെ ബസ് അവർ നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഓരോ സ്റ്റോപ്പിൽ നിർത്തി തരികയോ ചെയ്യാം. നമ്മൾ ആ സമയത്ത് നമ്മൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ബാത്റൂമിൽ പോവുക, ഫുഡ് കഴിക്കുക, പിന്നെ നിസ്കരിക്കുക. അങ്ങനെ അവർ കറക്റ്റ് ടൈമാണ് നമുക്ക് നിർത്തി തരിക. ഓരോന്നിനും ഓരോ ടൈമല്ല, നമുക്ക് ഫുഡ് കഴിക്കേണ്ടതും നിസ്കാരം കിട്ടുന്നതുമായിട്ടുള്ള ആ ടൈം അനുസരിച്ചിട്ടാണ് അവർ നമുക്ക് നിർത്തി തരിക. നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒന്നാമത് നമുക്ക് അൽക്കാക്കില്ലാണ്ട് നമ്മൾ മാത്രമല്ലേ പോകുന്നത്, പേടിക്കാനൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിന്. പിന്നെ നമ്മൾ ഒന്നിച്ച് പോയ എല്ലാവരും വിസ അടിച്ചിട്ടുണ്ടായിന്. ഒരു 3 ആൾക്കാരെ മാത്രം അടിക്കാൻ പറ്റിയില്ല. അത് ബംഗ്ലാദേശുകാരാണ്. അവരുടെ വിസ ഓൾറെഡി ഡേറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അവരത് നോക്കാണ്ടാണ് വന്നിട്ടുണ്ടായിന്. അങ്ങനെ അവരെ മാത്രം അടിക്കാൻ പറ്റില്ല, ബാക്കി എല്ലാവരും അടിച്ചിട്ടുണ്ടായിന്. നല്ല രസമുണ്ടായിന്. ശരിക്കും ഒരു ടൂർ പോലെ ഉണ്ടായിന്. ഒന്നാമത് എൻ്റെ മോനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ അവർ ഭയങ്കര ഫ്രണ്ട്സായി. ആ ഒരു 2 ദിവസം എന്താ പറയുക, ഭയങ്കര ക്ലോസായി. ഓന് തിരിച്ച് റൂമിലെത്തിയിട്ടും അവരെ ചോദിക്കുന്നത്. അപ്പോൾ അവർ ഉമ്മാൻ്റെ നമ്പർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പം ഞാനവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ നല്ലൊരു ഫാമിലിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയ, ഒരു ഫാമിലിനല്ല 2-3 ഫാമിലിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിന്. ഇവർ നമ്മൾ സീറ്റ് അടുത്തടുത്തായതുകൊണ്ട് ഇവരോട് നമുക്ക് കുറച്ചധികം ക്ലോസായി. എന്നെക്കാളും ക്ലോസ് ആയത് എൻ്റെ മോനാണ്. ഓന് സത്യം പറഞ്ഞാൽ വായി പൂട്ടി വെച്ചിട്ടില്ല, ഒരേ വർത്താനേനു. എനിക്ക് ഒന്നാമത് ഇവിടുന്ന് അങ്ങനെ മലയാളികളെ കാണുന്നോ സംസാരിക്കുന്നൊന്നുമില്ലല്ലോ, വേറെ ആൾക്കാരാണ്. അപ്പോൾ ഇവനിക്ക് അങ്ങനെ കിട്ടിയോണ്ടാന്നോന്നറിയില്ല, ഭയങ്കര സംസാരേനെ. എന്തെല്ലോ അവരോട് എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയില്ല അവരോട്. പിന്നില്ലേ ഈ വീഡിയോ ഇങ്ങനെ ലെങ്ത്ത് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് വീഡിയോയിൽ ഇപ്പം എനിക്ക് പിന്നെ എന്താ പറയണ്ടേന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട് എന്നല്ലാണ്ട് ശരിക്കും എന്താ പറയുക, അടുത്ത് കുറച്ചൊരു ടൂൺ ഇടയ്ക്ക് കൊടുക്കുന്നത് ഫുള്ള് വോയിസ് കൊടുത്തിട്ട് ഒരു ബോറടിപ്പിക്കേണ്ട വെച്ചിട്ട് ഇടയ്ക്ക് ഒരു മ്യൂസിക് ഇങ്ങനെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കും അതിനടുത്ത് എന്താ പറയുക എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വോയിസ് കൊടുക്കുമ്പോൾ ചില വ്ളോഗേഴ്സിൻ്റെ കാണാൻ അവർ ഇങ്ങനെ അവരവരെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ പറയുമ്പോൾ എല്ലാവർക്കും ഇനി കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ.
പിന്നെന്ന് വെച്ചാൽ ഞാൻ ഈ യൂട്യൂബിലിടുന്ന വീഡിയോ ഷോർട്സ് ആയാലും വീഡിയോസ് ആണെങ്കിലോ വീഡിയോസ് അങ്ങനെ ഇടലില്ല, ഷോർട്സ് ആണ് അധികം ഇടൽ. എന്ന് വെച്ചാൽ എൻ്റെ ക്രാഫ്റ്റിൻ്റെ ആണ് ഞാൻ ഇടൽ. ഈ റിയാക്ഷൻ വീഡിയോ നമ്മളിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്ന റിയാക്ഷൻ വീഡിയോ, പിന്നെ ആ ഗിഫ്റ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഇടും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇതുപോലെ ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോ ഷോർട്സ് ആയിട്ട് എടുത്തിട്ട് അങ്ങനെ ഇടലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പോസ്റ്റ് ആക്കിയാൽ ഫസ്റ്റ് ഞാൻ ഇത് ഒരു 4 ആക്കാന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് എൻ്റെ ഉമ്മ, ഒന്ന് എൻ്റെ 3 സിസ്റ്റേഴ്സ്. 3 വെച്ചാൽ ഒരാൾ എൻ്റെ നേരെ ഏട്ടത്തി, ബാക്കി 2 എൻ്റെ മൂത്തമ്മൻ്റെ മക്കളാണ്. അപ്പോൾ അവർക്ക് അയച്ചു കൊടുക്കും. ഞാൻ അവരോട് പറയും കമൻറ്റ് ഇടണം, ലൈക്ക് അടിക്കണം എന്ന് പറയും. വേറെ ആർക്കും ഞാൻ ഷെയർ ചെയ്യലില്ല. അവരെന്ന് വെച്ചാൽ അവർ എനിക്ക് എന്താ പറയുക, ഞാനിപ്പോൾ ഇതല്ല യൂട്യൂബ് അല്ലാണ്ട് തന്നെ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് വർക്കാണെങ്കിലും അല്ലാണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റ അക്കൗണ്ട് ആണെങ്കിലും എന്തിട്ടാലും എനിക്കൊരു ഫസ്റ്റ് 3 ലൈക്ക് എന്തായാലും എൻ്റെ 3 സിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അവർ ലൈക്കും കമൻറ്റെല്ലാം ഇടുവേ. ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ മാഗി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായിട്ടില്ലെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ല ഞാൻ ഇനിയും വീഡിയോ ഇടും. വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ട്. ഇടയ്ക്ക് ചെറിയൊരു മടി വരുമ്പോഴാണ് ഇടാണ്ട് നിൽക്കുന്നത്. എന്തായാലും ഇൻഷാല്ല കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. Eating sugar na papa, telling nine na papa, up in the mat, ha.